ഹായ് മക്കളെ, അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ നാം മെയ് 4-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഏതെങ്കിലും സിനിമകളുടെ റിലീസ് ഉണ്ടാവുമ്പോഴോ കല്യാണം വരുമ്പോഴോ ഒക്കെയാണ് ആ ദിവസം എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് ഒടുവിലോ ഇന്നാണല്ലോ ആ ദിവസം എന്നൊരു റിയാലിറ്റിയിലേക്ക് വരിക. അങ്ങനെ നമ്മൾ വർഷങ്ങളോളം കാത്തിരുന്ന ഒരു ദിവസം, അതിൻ്റെ റിയാലിറ്റി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ്. ഇന്നാണ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. 12 മണി കഴിഞ്ഞിരിക്കുന്നു. സോ നാളെയാണ്, ഇനി 5 ദിവസമുണ്ട്, 4 ദിവസമുണ്ട്, 10 ദിവസമുണ്ട് എന്നൊക്കെ കൗണ്ട് ഡൗൺ ഇട്ട് പറഞ്ഞ് അങ്ങനെ നാം ഇന്നത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം സൂപ്പറായിരിക്കും. ഇന്നത്തെ ദിവസം എന്താവും എന്നാലോചിച്ച് ഇനിയും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തിരിക്കരുത്. ഇനി ഒന്നുകൂടെ വായിച്ച് കളയാം എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നമുക്ക് പോലും മനസ്സിലാവാത്ത ഒരുപാടേറെ ഫീലിങ്ങുകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ ഇമോഷണൽ പ്രശ്നങ്ങളെല്ലാം കൂടെ കലർന്ന് ഇന്നത്തെ ഉറക്ക നഷ്ടവും നമ്മൾ ബോഡിക്ക് കൊടുത്ത പീഡനങ്ങളും എല്ലാം കൂടി ഇങ്ങ് മിക്സ് ചെയ്ത് പരീക്ഷാ ഹാളിൽ ഇങ്ങ് വരും. അതുകൊണ്ട് ആ അവസ്ഥ ഉണ്ടാക്കരുത്. അതുകൊണ്ട് മക്കൾ, ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇനിയുള്ള സമയം നന്നായി കിടന്നുറങ്ങണം. എന്നെ കേൾക്കുന്ന പാരൻസ് അവരെല്ലാവരെയും പിടിച്ചുറക്കണം. എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ പിടിച്ചുറക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളാണ് എന്ന വിചാരത്തോടു കൂടിയാണ് ഞാൻ എന്നെ കേൾക്കുന്ന പാരൻസിനോട് പറയുന്നത്. നമ്മളെ മക്കളെ എല്ലാവരെയും കിടത്തി ഉറക്കണം. അടിപൊളി ബാച്ചായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ബാച്ച് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട്ടെ ക്യാമ്പസിൻ്റെ മുമ്പിലാണ്. അവരെന്നും ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ്, അവരുടെ കാൽപ്പാടുള്ള വഴിയിലാണ് ഞാൻ ശരിക്കും ഇരിക്കുന്നത്. ഇതുപോലെ എല്ലാ ക്യാമ്പസുകളിലും സത്യത്തിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പരീക്ഷാ ഹാളിലേക്ക് നിങ്ങളൊക്കെ അവർക്കൊപ്പം വരും, എനിക്കറിയാം. വെള്ളമൊക്കെ കൊടുത്തു വിടണം. പരീക്ഷാ ഹാളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വെള്ളമൊക്കെ പറ്റാവുന്ന സെൻറ്ററുകളിലൊക്കെ എത്തിക്കാൻ ഇവിടെ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. സൈലത്തിൻ്റെ മുറ്റത്ത് നിന്ന് നമ്മളുടെ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സെൻറ്ററുകളുടെ പുറത്തിരിക്കുന്ന രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിൻ്റെ ബോട്ടിലുകളൊക്കെ കേരളത്തിൽ എല്ലായിടത്തേക്കും സൈലം തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാരൻസാണ്, ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തവരാണെന്ന വിചാരം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ആലോചിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, അവരെ നന്നായി കിടത്തി ഉറക്കണം. പാരൻസ് ഒരിക്കലും ഇന്നല്ലേ പരീക്ഷ, ഇനി ഒരു അരമണിക്കൂറും കൂടെ ഒന്നിരുന്നങ്ങ് നോക്കിക്കളയട്ടെ, ഇന്നത്തെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. കാരണം പലപ്പോഴും എക്സാമിനേഷൻ ഹാളിൽ നിന്ന് വലിയ അസ്വസ്ഥതകൾ നമുക്കുണ്ടാവും. ദേഹാസ്വാസ്ഥ്യങ്ങൾ അല്പം നമുക്കുണ്ടായാൽ പോലും നമ്മളുടെ വലിയ സമയമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് ഏറ്റവും ഹെൽത്തിയായി ഇന്നത്തെ പരീക്ഷ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സമയമുണ്ട്. 2 മണിക്കാണ് പരീക്ഷ നടക്കുന്നുള്ളൂ. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പതിയെ എക്സാമിനേഷൻ ഹാളിൻ്റെ മുമ്പിൽ എത്തുന്നേ ഉള്ളൂ. സോ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി എക്സാമിനേഷൻ ഹാളിലേക്ക്. പിന്നെ ഡ്രസ് കോഡൊക്കെ NDA തന്നത് കൊണ്ട് നമുക്കുള്ള ഷൂ ഒക്കെ വലിച്ച് കെട്ടി ഭയങ്കര ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് പോകാനൊന്നും പറ്റില്ല. ഭയങ്കര സാധാരണക്കാരനായി ചെരുപ്പൊക്കെ ഇട്ട് അല്ലേ, ലൂസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണം. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരുങ്ങാനൊന്നും അധികം സമയമൊന്നും എടുക്കില്ല. അതുകൊണ്ട് അത്തരം സമയനഷ്ടങ്ങളൊന്നും ഇല്ല. അപ്പോൾ അടിപൊളിയാക്കും മക്കളെ. ഇനിയും ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അടിപൊളി ബാച്ചായിരുന്നു ഈ വർഷത്തേത്. അവരുടെ എല്ലാവരുടെയും സ്നേഹം ഉള്ളിലുണ്ട്. ഭയങ്കര രസമുള്ള കുട്ടികളായിരുന്നു. സൈലത്തിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത, എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും അവരുടെ ഇടയിൽ ചെന്ന് വിട്ടാൽ സ്നേഹം കൊണ്ടങ്ങ് പൊതിഞ്ഞു പിടിക്കുന്ന കുട്ടികളാണ്. അങ്ങനത്തെ പൊന്നുപോലെ മക്കളാണ്. എന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും എങ്ങനെയും ഇത് ക്രാക്ക് ചെയ്യട്ടെ, അവരെ സങ്കടപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനകളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളെ ഓർത്ത്, നിങ്ങളോടുള്ള എല്ലാ കരുതലും ഉള്ളിൽ സൂക്ഷിച്ച്, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങളുടെ കിടക്കയ്ക്ക് ചുറ്റും ഉണ്ട്. ഞങ്ങളെല്ലാവരും അടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളും നന്നായി കിടന്നുറങ്ങി നല്ല മക്കളായി ഉഷാറായി പരീക്ഷാ ഹാളിലേക്ക് പോയി എക്സാമിനേഷൻ അടിപൊളിയാക്കി തിരിച്ചു വരണം. ആൾ ദി ബെസ്റ്റ്.